സാർ, കഴിഞ്ഞ 10 വർഷത്തെ LDF-ന്റെ ഭരണകാലത്ത് ദുരന്തങ്ങൾ LDF-ന് ഒരു ലോട്ടറി ആയിരുന്നു. ആ ലോട്ടറി അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമതും ശ്രീ പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ ഭരണം വന്നത്. ഒരു സത്യം പറയട്ടെ സാർ, അപ്പുറത്തിരിക്കുന്ന പൊന്നപ്പന്മാരും തങ്കപ്പന്മാരും എന്നെ ആശ്ലേഷിച്ചതുകൊണ്ട് മാത്രമാണ് സാർ ഞാൻ ഇവിടെ MLA ആയിട്ടിരിക്കുന്നത്. നന്ദിയുണ്ട് സാർ, അവരോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് KSU ആയിരുന്ന സമയത്ത് ഈ നിയമസഭയുടെ ചുറ്റും ഞാനും ശ്രീ മധു റാന്നി മെമ്പറും അതുപോലെ കുന്നത്താട് മെമ്പർ സജീന്ദ്രനുമൊക്കെ കറങ്ങി നടക്കുമ്പോൾ എന്നാണ് ഈ നിയമസഭയിൽ ഒന്ന് കയറുന്നത് എന്ന് ഞങ്ങൾ പരസ്പരം ചോദിക്കുമായിരുന്നു. അന്ന് സജീന്ദ്രൻ പറയുമായിരുന്നു ഓട് വിളിച്ചേ ഇറങ്ങാൻ പറ്റുമെന്ന്. നമ്മളിപ്പോൾ ഓട് പൊളിക്കാതെ ജനങ്ങൾ ഞങ്ങളെ ഈ മണ്ഡലത്തിലോ ഈ നിയമസഭയിലേക്ക് കടത്തിവിട്ടു എന്നുള്ളത് ഞങ്ങളെ ചരിത്ര നിമിഷമായി ഞാൻ കാണുകയാണ്. സാർ, ചടയമംഗലം മണ്ഡലം പയ്യന്നൂരും തളിപ്പറമ്പും ധർമ്മടവും പോലെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ്. സാർ, 19 ദിവസമാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസരം കിട്ടിയത്. വേണ്ടത്ര ഫോട്ടോയോ പോസ്റ്ററോ ഒന്നും പതിപ്പിക്കാൻ സമയമില്ല. പക്ഷെ ഭാഗ്യം കൊണ്ട് നമ്മുടെ മുൻ മുഖ്യന്റെയും എൻ്റെ തൊട്ട് മുമ്പുള്ള മന്ത്രി ചിഞ്ചുവിൻ്റെയൊക്കെ ഫോട്ടോയും ഹോർഡിങ്സുകളും വലിയ നിലയിൽ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ജനം കൂട്ടമായി വന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ ഉണ്ടായത് സാർ. അവരോട് പ്രത്യേകം നന്ദിയുണ്ട് സാർ, നന്ദി. ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പറയാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടും അല്ല എനിക്ക് വോട്ട് കിട്ടിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ നവകേരള ബസ് എല്ലാ സ്ഥലത്തും കറങ്ങിയ പോലെ ദേവീ ക്ഷേത്രത്തിന്റെ മതിൽ പൊളിച്ചും കയറാൻ പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞുകൊണ്ട് അത് നടന്നില്ല. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കറിയാം. കടുകട്ടിയായ ചില പ്രയോഗങ്ങൾ CPM എപ്പോഴും നടത്തും. നവോത്ഥാനം, നവകേരളം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, കേരളീയം, മാനവീയം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. കോടികളുടെ PR വർക്ക് കൊണ്ട് എന്ത് നേടി? നാടോടിക്കാറ്റ് തിലകൻ പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട് സിനിമയുടെ അവസാനം, മെഷീൻ ഗൺ, ബോംബ്, മലപ്പുറം കത്തി, ഒലക്കേട മൂട്, ഒടുവിൽ പവനായി ശവമായി.